ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പുസ്തകങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്താനാണ്. ഈ ഒരു പുസ്തകത്തിനൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. അതെന്താണെന്നുള്ളത് തമിഴിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതെ, ഈ ഒരു പുസ്തകത്തിന്റെ ഒക്കെ കവർ പേജ് എന്ന് പറയുന്നത് ഗ്രീൻ കളറാണ്. അതും വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഗ്രീൻ കളറാണ് ഇതിനുള്ളത്. അപ്പോൾ ഈ ഒരു പുസ്തകങ്ങൾ വാങ്ങിക്കണം താല്പര്യമുള്ളവർക്ക് ഇതിന്റെ ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ താല്പര്യമുള്ളവർ ചെക്കൗട്ട് ചെയ്യാം. ഇപ്പൊ കൂടുതൽ സമയം കളയുന്നില്ല. ഏതൊക്കെയാണ് ആ പുസ്തകങ്ങൾ, എന്താണ് അതിന്റെ വൺ ലൈൻ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പൊ ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു YA മിശ്രിതത്തിലുള്ള പുസ്തകമാണ്. ജെനിഫർ ലിൻ ബാരന്റെ ദ ഇൻഹെറിറ്റന്റ് ഗെയിംസ് എന്നാണ് ഈ ഒരു പുസ്തകത്തിന്റെ പേര്. ഇതൊരു സീരീസ് ആണ്. ഈ ഒരു സീരീസിൽ ഏകദേശം 6 പുസ്തകങ്ങളാണുള്ളത്. അതിൽ ആദ്യത്തെ പുസ്തകമാണിത്. ഈ ഒരു പുസ്തകത്തെ കുറിച്ച് ഞാൻ ഓൾറെഡി ഒരു റിവ്യൂ ഇട്ടിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് കണ്ടുവെക്കാവുന്നതാണ്. ഈ ഒരു പുസ്തകത്തിലെ കേന്ദ്ര കഥാപാത്രം എന്ന് പറയുന്നത് ആവറിയാണ്. പുള്ളിക്കാരി ഒരു ജൂനിയർ ഹൈസ്കൂൾ സ്റ്റുഡന്റ് ആണ്. വളരെ സ്മാർട്ടും ബ്രില്യന്റും ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് ആവറി എന്ന് പറയുന്നത്. ചെസ് കളിയിലൊക്കെ ഭയങ്കര അധികം ഇഷ്ടമുള്ള ഒരു പെൺകുട്ടിയാണ്. ഇവളുടെ അമ്മ ഓൾറെഡി മരിച്ചു പോയിട്ടുണ്ട്. അച്ഛനാണെങ്കിൽ എവിടെയാണെന്ന് അറിയില്ല. ഇവള് താമസിക്കുന്നത് ഇവളുടെ ഹാഫ് സിസ്റ്ററിന്റെ കൂടെയാണ്. അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസമാണ് ഇവളെ തേടിയിട്ട് ഒരു ന്യൂസ് വരുന്നത്. ഇവൾ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ടോബിയാസ് ഹോത്തോൺ എന്ന് പറയുന്ന ഒരു ശതകോടീശ്വരൻ അയാളുടെ സ്വത്ത് മുഴുവൻ ഇവളുടെ പേരിൽ എഴുതി വെച്ചിരിക്കുകയാണ്. പക്ഷെ ഇവൾക്ക് ആ സ്വത്തൊക്കെ ലഭിക്കണമെങ്കിൽ ആകെ ഒരൊറ്റ കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. ഇവള് ഹോത്തോന്റെ മാൻഷനിൽ പോയിട്ട് ഒരു കൊല്ലം താമസിക്കണം. അങ്ങനെ ആവറി ആ ഒരു മാൻഷനിലേക്ക് പോവാണ്. പക്ഷെ അവൾ അവിടെ കാത്തിരിക്കുന്നത് ഹോത്തോന്റെ ബന്ധുക്കളും അയാളുടെ വളരെ ബ്രില്യന്റ് ആയിട്ടുള്ള 4 പേരക്കുട്ടികളുമാണ്. ഇവർക്കൊന്നും ആവറിന് അത്ര വലിയ താല്പര്യമില്ല. കാരണം അവർക്ക് ചെല്ലേണ്ട സ്വത്താണ് അവർക്ക് വന്നു ചേർന്നിട്ടുള്ളത്. പക്ഷെ ഹോത്തോൺ മരിക്കുന്നതിന് മുമ്പ് ഇവൾക്ക് വേണ്ടിയിട്ട് ആ ഒരു മാൻഷനിൽ ഒരുപാട് സീക്രട്ടുകളും പസിൽസ് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിലൂടെ ഹോത്തോൺ എന്തിനാണ് ഇവൾക്ക് ഒരു സ്വത്തൊക്കെ എഴുതി വെച്ചത്, എന്തായിരുന്നു അയാളുടെ ലക്ഷ്യം, ഇവളിലൂടെ എന്ത് നേടിയെടുക്കാനാണ് അയാൾ ശ്രമിച്ചത്, ഇവൾക്ക് ആ ഒരു മാൻഷനിൽ സർവൈവ് ചെയ്യാൻ പറ്റുമോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു പുസ്തകത്തിനകത്ത് പറയുന്നത്. ഒരു ഫാസ്റ്റ് ആൻഡ് അഡിക്റ്റീവ് ആയിട്ടുള്ള മിസ്റ്ററി പുസ്തകങ്ങളൊക്കെ വായിക്കാൻ താല്പര്യപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു പുസ്തകമാണിത്. അപ്പോൾ വായിച്ചൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാം. ഇനി രണ്ടാമതായിട്ട് നമ്മൾ നോക്കുന്നത് ഒരു ക്രൈം ത്രില്ലർ പുസ്തകമാണ്. ഏപ്രിൽ ഹെൻറിയുടെ 2015 പുറത്തിറങ്ങിയിട്ടുള്ള ദ ബോഡി ഇൻ ദ വുഡ്സ് എന്നാണ് ഈ ഒരു പുസ്തകത്തിന്റെ പേര്. ഈ ഒരു പുസ്തകത്തിനകത്ത് മെയിൻ കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് അലക്സിസ്, റൂബി, നിക്ക് എന്ന് പറയുന്ന 3 ടീനേജേഴ്സ് ആണ്. ഇവരെ കാണാതാവുന്നവരൊക്കെ കണ്ടെത്താൻ സഹായിക്കുന്ന സെർച്ച് ആൻഡ് റെസ്ക്യൂ ടീമിലെ അംഗങ്ങളാണ്. വളരെ വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യങ്ങളിൽ ജനിച്ചു വളർന്നിട്ടുള്ള വളരെ വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവങ്ങളുള്ള 3 ടീനേജേഴ്സ് ആണ് ഇവര്. ഒരു ദിവസം കാട്ടിൽ ഒരാൾ വഴിതെറ്റി പോവാണ്. അപ്പൊ അയാളെ കണ്ടെത്താനായിട്ട് ഇവർ കാട്ടിൽ തെരച്ചിലിന് വേണ്ടി പോവാണ്. ആ ഒരു സമയത്താണ് അലക്സിസ് ഒരു പെൺകുട്ടിയുടെ മൃതദേഹം ആ ഒരു കാട്ടിൽ നിന്ന് കണ്ടെത്തുന്നത്. ഈ ഒരു മരണം ഒരു സാധാരണ മരണമല്ല എന്നും ഇതിന് പിന്നിൽ ഒരു സീരിയൽ കില്ലർ ഉണ്ടെന്നും ഇവർക്ക് മനസ്സിലാവാണ്. ഹോംലെസ് ആയിട്ടുള്ള പെൺകുട്ടികളെ ലക്ഷ്യം വെക്കുന്ന ഒരു കൊലയാളി ഒരു നഗരത്തിലുണ്ട് എന്ന് ഇവർ തിരിച്ചറിയാണ്. പോലീസുകാർ അവരുടേതായിട്ടുള്ള രീതിയിൽ തെരച്ചിൽ നടത്തുന്നുണ്ട്. കൂട്ടത്തിൽ ഇവർ ഇവരുടേതായിട്ടുള്ള രീതിയിൽ തെളിവുകൾ ശേഖരിക്കുകയാണ്. അങ്ങനെ ഒടുവിൽ ഈ ഒരു കൊലയാളി ആരാണെന്നും ഈ കൊലയാളി അയാളുടെ അടുത്ത ലക്ഷ്യം വെക്കുന്നതിന് മുമ്പ് അയാൾ ഇവർക്ക് തടയാൻ പറ്റുമോ, സാധാരണക്കാരായി 3 കുട്ടികൾക്ക് അയാൾ നേരിടാൻ പറ്റുമോ, ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ തുടങ്ങിയിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു പുസ്തകമാണിത്. ഇത് വെറും ഒരു ക്രൈം ത്രില്ലർ പുസ്തകം മാത്രമല്ല, പകരം ഇന്നത്തെ കാലത്ത് ടീനേജേഴ്സ് നേരിടുന്ന പ്രശ്നങ്ങൾ, വംശീയമായിട്ടുള്ള വിവേചനങ്ങൾ, മെന്റൽ ഇഷ്യൂസിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്ന ഒരു പുസ്തകമാണ്. അപ്പോൾ ഒരു നല്ല ക്രൈം ത്രില്ലർ പുസ്തകം വായിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഈ പുസ്തകം ഒന്ന് പരിഗണിക്കാവുന്നതാണ് കേട്ടോ. ഇനി അടുത്തായിട്ട് നമ്മൾ നോക്കുന്നത് ഒരു ഹിസ്റ്റോറിക്കൽ ഫിക്ഷൻ പുസ്തകമാണ്. ടൈലർ ജെങ്കിൻസ് റീഡിന്റെ ദ 7 ഹസ്ബൻഡ്സ് ഓഫ് എവ്ലിൻ ഹ്യൂഗോ എന്നാണ് പുസ്തകത്തിന്റെ പേര്. ഈ ഒരു പുസ്തകത്തെക്കുറിച്ച് ഞാൻ ഓൾറെഡി റിവ്യൂ ഇട്ടിട്ടുണ്ട്. എങ്കിലും നമുക്ക് അതിന്റെ സമ്മറി നോക്കിയിട്ട് വരാം. ഹോളിവുഡിന്റെ സുവർണ്ണ കാലഘട്ടത്തിലെ ഇതിഹാസ നായികയായിരുന്നു എവ്ലിൻ ഹ്യൂഗോ എന്ന് പറയുന്ന സ്ത്രീ. പതിറ്റാണ്ടുകളായി നീണ്ടു നിന്ന് തന്റെ മൗനം വെടിഞ്ഞുകൊണ്ട് അവളുടെ ലൈഫ് സ്റ്റോറി പറയാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അങ്ങനെ ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ആ ഒരു ജീവിതകഥ എഴുതാൻ വേണ്ടിയിട്ട് അവൾ തിരഞ്ഞെടുക്കുന്നതാകട്ടെ അത്ര വലിയ പ്രശസ്തിയൊന്നും അല്ലാത്ത മോണിക്ക ഗ്രാൻഡ് എന്ന് പറയുന്ന ഒരു പത്രപ്രവർത്തകനെയാണ്. മോണിക്കനെ നോക്കുകയാണെങ്കിൽ അവൾ അവളുടെ ഫീൽഡിൽ വല്ലാതെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ഡിവോഴ്സ് ഫീൽഡിലൂടെ കടന്നു പോകുന്ന സ്ത്രീയാണ്. അങ്ങനെ എവ്ലിൻ അവളുടെ കഥ പറഞ്ഞു തുടങ്ങാണ്. അവളുടെ കുട്ടിക്കാലം, അമ്മയുടെ മരണം, അബ്യൂസീവ് ആയിട്ടുള്ള ഫാദർ, എന്തുകൊണ്ടാണ് ഒരു ആക്ട്രസ് ആവാൻ വേണ്ടി അവൾ തീരുമാനിച്ചത്, എങ്ങനെയാണ് ഹോളിവുഡിൽ എത്തപ്പെട്ടത്, ഹോളിവുഡിൽ നടക്കുന്ന കടുത്ത മത്സരങ്ങൾ എന്തൊക്കെയാണ്, ആ ഒരു ഫീൽഡിൽ നിലനിന്ന് പോകാൻ വേണ്ടിയിട്ട് അവൾ പറഞ്ഞു കൂട്ടിയതും ചെയ്തു കൂട്ടിയതുമായിട്ടുള്ള കള്ളത്തരങ്ങളും നുണകളും എന്തൊക്കെയാണ്, എന്തുകൊണ്ടാണ് അവൾക്ക് ഒരു 7 പേരെ വിവാഹം കഴിക്കേണ്ടി വന്നത്, സ്വന്തം വ്യക്തിത്വം മറച്ചു വെച്ച് ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന വേദനകൾ എന്തൊക്കെയാണ്, വംശീയവും ലിംഗപരമായിട്ട് നേരിട്ടുള്ള വിവേചനങ്ങൾ, അങ്ങനെ തുടങ്ങി ഒരുപാട് ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള മൊമെന്റിലൂടെയൊക്കെ കടന്നു പോകുന്നൊരു പുസ്തകമാണിത്. ഒടുവിൽ എന്തുകൊണ്ടാണ് മോണിക്കനെ തന്നെ തന്റെ ലൈഫ് സ്റ്റോറി പറയാൻ വേണ്ടി അവൾ തിരഞ്ഞെടുത്തതെന്ന് പറഞ്ഞൊരു സീക്രട്ടും കൂടി ഇവിടെ വെളിപ്പെടുത്തുന്നുണ്ട്. വലിയ വലിയ ട്വിസ്റ്റുകളൊന്നും ഇല്ലെങ്കിലും നല്ല രസമായിട്ട് ബോറടിക്കാതെ വായിച്ചു പോകാൻ പറ്റുന്ന ഒരു പുസ്തകമാണിത്. അപ്പോൾ ഒരു നല്ല ഹിസ്റ്റോറിക്കൽ ഫിക്ഷൻ പുസ്തകം നോക്കി നടക്കുന്നവരാണെന്നെങ്കിൽ, അല്ലെങ്കിൽ ത്രൂ ഔട്ട് എൻഗേജ് ചെയ്ത് വലിയ ബോറടിപ്പിക്കാതെ വായിക്കാൻ പറ്റിയൊരു പുസ്തകം നോക്കി നടക്കുന്നവരാണെന്നെങ്കിൽ ഈ ഒരു പുസ്തകം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. ഇനി അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു YA ഹിസ്റ്റോറിക്കൽ ഫാന്റസി നോവലാണ്. ചോഷി റോഷ്നിയുടെ ദ ഗിൽഡഡ് വൂൾസ് എന്നാണ് ഈ ഒരു പുസ്തകത്തിന്റെ പേര്. ഇതൊരു ട്രിലജിയാണ്. അതിൽ ആദ്യത്തെ പുസ്തകമാണ് കേട്ടത്. ഈ ഒരു കഥ നടക്കുന്നത് 19-ാം നൂറ്റാണ്ടിലെ അവസാനത്തിൽ പാരീസ് നഗരത്തിലാണ്. അവിടെ ഫോർജിങ് എന്നറിയപ്പെടുന്ന മാന്ത്രിക വിദ്യയിലൂടെ വസ്തുക്കളുടെ രൂപം മാറ്റാൻ പറ്റുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. പക്ഷേ ഈ ഒരു മാന്ത്രിക വിദ്യ നിയന്ത്രിക്കുന്നത് ഓർഡർ ഓഫ് ബാബേൽ എന്ന് പറയുന്ന ഒരു രഹസ്യ സംഘടനയാണ്. ഈ ഒരു സീക്രട്ട് ഗ്രൂപ്പിൽ മെയിനായിട്ട് 3 ഹൗസസ് ആണുള്ളത്.
ഹൗസ് നീസ്, ഹൗസ് കോറ, ഹൗസ് വാൻസ്. ഇതിനകത്ത് ഹൗസ് ഫോൾ എന്ന് പറയുന്ന ഒരു 4ാമത്തെ ഹൗസും കൂടി ഉണ്ടായിരുന്നു. പക്ഷെ എന്തൊക്കെയോ ചില കാരണങ്ങൾ കൊണ്ട് അവർക്ക് അവരുടെ അധികാരം നഷ്ടപ്പെടുകയാണ്. ഈ ഒരു സീക്രട്ട് ഗ്രൂപ്പാണ് ഈ ഒരു വേൾഡിനെ തന്നെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് ഹൗസ് വാൻസിലാണ് നമ്മുടെ നായകനായിട്ടുള്ള സെവേറിൻ ഉള്ളത്. പക്ഷേ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു ഇൻഹെറിറ്റൻ ടെസ്റ്റിൽ ഇവൻ പരാജയപ്പെടുകയാണ്. അങ്ങനെ അവൻ്റെ കുടുംബസ്ഥാനവും സ്വത്തും ഒക്കെ നഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ അതൊരു ചതിയായിരുന്നു. അങ്ങനെ ചതിയിലൂടെ തനിക്ക് നഷ്ടപ്പെട്ട കുടുംബസ്ഥാനവും സ്വത്തും ഒക്കെ തിരികെ പിടിക്കാൻ വേണ്ടിയിട്ട് സെവേരിയൻ ശ്രമിക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് അവനെ സഹായിക്കാനായിട്ട് അസാമാന്യ കഴിവുകളുള്ള എൻട്രിക്, ലൈല, സോഫിയ, ട്രിസ്റ്റൻ എന്ന് പറയുന്ന 4 സുഹൃത്തുക്കളും കൂടി ചേരാണ്. പക്ഷേ ഒരു കുടുംബസ്ഥാനം ഇവനെ തിരികെ പിടിക്കണമെങ്കിൽ ഹോസസ് ഐ എന്ന് പറയുന്ന ഒരു പുരാതന വസ്തു ഇവനെ സ്വന്തമാക്കേണ്ടതുണ്ട്. ഈ ഒരു വസ്തുവാണെങ്കിൽ ഈ ഒരു ലോകത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന ഒന്നാണ്. ഇതുള്ളത് ഓർഡർ ഓഫ് ബാബേൽ എന്ന് പറയുന്ന ഈ ഒരു സീക്രട്ട് ഗ്രൂപ്പിന്റെ കയ്യിലാണ്. അങ്ങനെ ഇത് സ്വന്താക്കാൻ വേണ്ടിയിട്ട് ഇവർ ഒരു സീക്രട്ട് ഗ്രൂപ്പിന്റെ ഉള്ളിൽ കയറി പറ്റുന്നതും അത് സ്വന്താക്കാൻ വേണ്ടി ശ്രമിക്കുന്നതും അതുമൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളും ഭീഷണികളും അതെങ്ങനെ ഇവർ തരണം ചെയ്യുന്നു എന്നുള്ളതൊക്കെയാണ് ഈ ഒരു പുസ്തകത്തിനകത്ത് പറയുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വായിച്ചു പോകാൻ പറ്റുന്ന ഒരു പുസ്തകമാണ് കേട്ടോ. അപ്പോൾ ഒരു നല്ലൊരു വലിയ ഫാന്റസി നോവൽ വായിക്കാൻ താല്പര്യപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു പുസ്തകം ഒന്ന് ചൂസ് ചെയ്യാവുന്നതാണ്. ഇനി വാങ്ങിക്കണം എന്നുള്ളവർക്ക് ഞാൻ ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, കയറി ഒന്ന് ചെക്ക് ചെയ്തേക്കാട്ടോ. ഇനി അടുത്തായിട്ട് നമുക്ക് ഈ ലിസ്റ്റിലെ 5ാമത്തെ പുസ്തകം ഏതാന്ന് നോക്കാം. ഇതും ഒരു യങ് അഡൽട്ട് ഫാന്റസി പുസ്തകം തന്നെയാണ്. എസ്.എ. ചക്രവർത്തിയുടെ ദ കിങ്ഡം ഓഫ് കോപ്പർ എന്നാണ് ഈ ഒരു പുസ്തകത്തിന്റെ പേര്. ഇത് ദവാബാദ് ട്രിലജിയിലെ 2ാമത്തെ പുസ്തകമാണ്. ആദ്യത്തെ പുസ്തകം ദ സിറ്റി ഓഫ് ബ്രാസ് ആണ്. ഈ ഒരു പുസ്തകത്തിന്റെ കഥ പറയുന്നതിന് മുമ്പ് ഞാൻ എന്തായാലും ദ സിറ്റി ഓഫ് ബ്രാസിന്റെ കഥ പറയണം, അല്ലെങ്കിൽ ഈ ഒരു സ്റ്റോറിനെ കുറിച്ച് നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. ഞാൻ മാക്സിമം സ്പോയിലേഴ്സ് ഒന്നും ഇല്ലാതെ ആദ്യത്തെ പുസ്തകത്തിന്റെ കഥ പറയാൻ ശ്രമിക്കാം. എന്തെങ്കിലും സ്പോയിലേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. മിക്കതും സ്പോയിലേഴ്സ് വരും, അതുകൊണ്ട് താല്പര്യമില്ലാത്തവർ ഇവിടെ വെച്ച് സ്കിപ്പ് ചെയ്ത് പോകാതാണ് കേട്ടോ. അപ്പൊ നമുക്ക് ആദ്യം ദ സിറ്റി ഓഫ് ബ്രാസിന്റെ കഥ എന്താന്ന് നോക്കാം. ഈ ഒരു കഥ നടക്കുന്നത് 18ാം നൂറ്റാണ്ടിലാണ്. നമ്മുടെ നായിക എന്ന് പറയുന്നത് നഹരിയാണ്. പുള്ളിക്കാരി കെയ്റോയിലാണ് താമസിക്കുന്നത്. ഇവൾക്ക് ആളുകളെ തൊട്ട് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്താണ് അസുഖം എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇവൾക്ക് ഈ ഒരു കഴിവുകളൊക്കെ ഉണ്ടെങ്കിലും താൻ സാധാരണ പെൺകുട്ടിയാണ്, തനിക്ക് സൂപ്പർ നാച്ചുറൽ പവേഴ്സ് ഒന്നും ഇല്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് നഹരി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഇവള് പണത്തിന് വേണ്ടിയിട്ട് ഫേക്ക് ആയിട്ട് ഒരു മന്ത്രവാദം ചെയ്യും. പക്ഷെ അബദ്ധത്തിൽ ധാര എന്ന് പറയുന്ന ഒരു ജിന്ന് അവിടെ പ്രത്യക്ഷപ്പെടുകയാണ്. അതോടുകൂടിയിട്ട് നഹരിക്ക് മനസ്സിലായി താൻ ഒരു സാധാരണ പെൺകുട്ടിയല്ല, തനിക്ക് എന്തൊക്കെയോ ചില പവേഴ്സ് ഉണ്ട് എന്നുള്ളത്. കൂട്ടത്തില് പണ്ട് ജിന്നുകളെ ഭരിച്ചിരുന്ന നഹിദ് എന്ന് പറയുന്ന വംശത്തിൽ അവസാന കണ്ണിയാണ് താൻ എന്നുള്ളത് കൂടിയിട്ട് അവൾ മനസ്സിലാക്കാണ്. അങ്ങനെ ഇരിക്കെ നഹ്രീനെ കൊല്ലാൻ വേണ്ടിയിട്ട് ചില രാക്ഷസന്മാര് വരികയാണ്. അപ്പൊ അവരിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നഹ്രീനെ കൊണ്ട് ഈ ഒരു ധാര എന്ന് പറയുന്ന ജിന്നുകൾ താമസിക്കുന്ന നഗരമായിട്ടുള്ള ധവാബാദ് അല്ലെങ്കിൽ ദ സിറ്റി ഓഫ് ബ്രാസ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോവാണ്. അവിടെ ഇപ്പൊ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഗസാൻ ഗഹ്താനി എന്ന് പറയുന്ന ഒരു രാജാവാണ്. അയാളുടെ 2ാമത്തെ മകനായിട്ടുള്ള അലിയാണ് നമ്മുടെ ഒരു കഥയിലെ നായകൻ എന്ന് പറയുന്നത്. അലി വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു യോദ്ധാവാണ്. കൂട്ടത്തിൽ നല്ലൊരു മനസ്സിന്റെ ഉടമയാണ്. അവിടെ പാവപ്പെട്ടവരായിട്ടുള്ള ഷാഫിറ്റുകളെ സഹായിക്കാൻ നടക്കലാണ്, അല്ലെങ്കിൽ അവരെ രക്ഷിക്കാൻ ശ്രമിക്കലാണ് അലിയുടെ പണി. നഹ്രി ആ ഒരു നാട്ടിലേക്ക് ചെല്ലുമ്പോൾ അവിടെ വംശീയമായിട്ടുള്ള തർക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ചെന്നതിന് ശേഷം നഹ്രി വേറെ കുറച്ച് കാര്യങ്ങളോട് മനസ്സിലാക്കുന്നുണ്ട്. നഹ്രിയുടെ വംശത്തിൽപ്പെട്ട ആൾക്കാരെയൊക്കെ കൊന്നൊടുക്കിയിട്ടാണ് അലിയുടെ വംശത്തിൽപ്പെട്ടവര് ഇവിടെ ഭരണം ഏറ്റെടുത്തിട്ടുള്ളതെന്നോട് മനസ്സിലാക്കാണ്. അങ്ങനെ കഥയുടെ അവസാനത്തിൽ അവിടെ ഒരു വലിയ യുദ്ധം നടക്കുകയാണ്. അലി ഷാഫിറ്റുകൾ അല്ലെങ്കിൽ രാജാവിനെതിരായിട്ടുള്ള ആളുകളൊക്കെ സഹായിച്ചു എന്നതിന്റെ പേരിൽ നാട് കടത്തുന്നു. നഹ്രീനെ അവിടെ തടവിലാക്കുകയും കൂടി ചെയ്യാണ്. ഇതാണ് ദ സിറ്റി ഓഫ് ബ്രാസിൽ നടന്നത്. ഇനി നമുക്ക് ദ കിങ്ഡം ഓഫ് കോപ്പറിലേക്ക് വരാം. ദ കിങ്ഡം ഓഫ് കോപ്പറിൽ യുദ്ധമൊക്കെ കഴിഞ്ഞ് കുറച്ചധികം നാളുകൾ കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് പറയുന്നത്. നഹ്രി ഇപ്പോഴും തടവിലാണ്. അലീനെ നാട് കടത്തിയിട്ടുണ്ട്. നഹ്രിക്കാണെങ്കിൽ തന്റെ ഹീലിംഗ് ആർട്ട് എന്ന് പറയുന്ന കഴിവ് ഉപയോഗിച്ചിട്ട് പാവപ്പെട്ട ആളുകളൊക്കെ സുഖപ്പെടുത്തണമെന്ന് ആഗ്രഹമുണ്ട്. കൂട്ടത്തില് തന്റെ വംശത്തിൽ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ആ ഒരു ഭരണം തിരികെ പിടിക്കണം എന്ന് അവൾ ആഗ്രഹിക്കുന്നുണ്ട്. അലീനെ നോക്കുകയാണെങ്കിൽ അവൻ നാട് കടത്തപ്പെട്ട് ഇപ്പൊ മരുഭൂമിയിലാണ്. അവിടെ വെച്ചിട്ട് അലി തനിക്ക് എന്തൊക്കെയോ ചില സൂപ്പർ പവേഴ്സ് ഉണ്ട് എന്ന് മനസ്സിലാക്കാണ്. അങ്ങനെ ധവാബാദിൽ അനീതിക്കെതിരെ പോരാടാൻ വേണ്ടിയിട്ട് അവൻ തിരികെ വരികയാണ്. അങ്ങനെ ഒടുവിൽ നഹ്രി അലിയും ഇവിടെ ഒന്നിക്കോ, ഈ നാട്ടിലുണ്ടായിട്ടുള്ള അനീതിക്കെതിരെ ഇവർ ഒരുമിച്ച് പോരാടുമോ, ധവാബാദ് എന്ന് പറയുന്ന ഈ ഒരു നഗരത്തിനെ കാത്തിരിക്കുന്ന മറ്റാപത്തുകൾ എന്തൊക്കെയാണ് എന്നൊക്കെയാണ് ഈ ഒരു പുസ്തകത്തിനകത്ത് പറയുന്നത്. അപ്പൊ ഇതുപോലുള്ള ഫാന്റസി നോവലൊക്കെ വായിക്കാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു പുസ്തകം ചൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഈ ഒരു ലിസ്റ്റിലെ 6ാമത്തെയും അവസാനത്തെ പുസ്തകം പരിചയപ്പെടാം. ഇതും ഒരു യങ് അഡൽട്ട് ഫാന്റസി പുസ്തകം തന്നെയാണ്. ബ്രിജിറ്റ് കെമ്മറിന്റെ ഹാർട്ട്സ് ഓഫ് ഫിയേഴ്സ് ആൻഡ് ബ്രോക്കൺ എന്നാണ് ഈ ഒരു പുസ്തകത്തിന്റെ പേര്. ഇത് കേഴ്സ് ബ്രേക്കർ എന്ന് പറയുന്ന സീരീസിലെ 2ാമത്തെ പുസ്തകമാണ്. ആദ്യത്തെ പുസ്തകം കേഴ്സ് ഓർ ഡാർക്ക് ആൻഡ് ലോൺലി എന്ന് പറയുന്ന പുസ്തകമാണ്. അപ്പൊ നമുക്ക് ആദ്യം കേഴ്സ് ഓർ ഡാർക്ക് ആൻഡ് ലോൺലി എന്ന് പറയുന്ന പുസ്തകത്തിന്റെ കഥ നോക്കാം. ഈ ഒരു കഥ എന്ന് പറയുന്നത് ബ്യൂട്ടി ആൻഡ് ദ ബീസ്റ്റ് എന്ന് പറയുന്ന ക്ലാസിക് നോവലിന്റെ പശ്ചാത്തലത്തിലാണ് ഒരുക്കിയിട്ടുള്ളത്. എംബർ ഫോൾ എന്ന് പറയുന്ന ഒരു രാജ്യം, അവിടുത്തെ രാജകുമാരനാണ് നമ്മുടെ നായകനായിട്ടുള്ള റെയിൻ. അവന് ഒരു ദുഷ്ടയായിട്ടുള്ള മന്ത്രവാദിനിയുടെ ശാപം ലഭിക്കുകയാണ്. ഓരോ വസന്തകാലത്തും അവനൊരു ഭീകര രൂപിയായിട്ട് മാറും. അതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഇവന്റെ യഥാർത്ഥ പ്രണയം കണ്ടെത്തണം. അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസം ഇവന്റെ വിശ്വസ്തനായിട്ടുള്ള കമാൻഡർ ഗ്രേ ഹാർപ്പർ എന്ന് പറയുന്ന ഒരു പെൺകുട്ടീനെ അബദ്ധത്തിൽ തട്ടിക്കൊണ്ടുവരികയാണ്.
അങ്ങനെ റൺ കാത്തിരുന്ന അവരുടെ യഥാർത്ഥ പ്രണയമാണോ ഹാർപ്പർ, ഇവന്റെ ശാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമോ, എന്താണ് ആ ഒരു വേൾഡിൽ നടക്കുന്ന കഥ എന്നതാണ് ഈ ഒരു പുസ്തകത്തിനകത്ത് പറയുന്നത്. ഈ ഒരു പുസ്തകത്തിന്റെ അവസാനത്തിൽ മന്ത്രവാദി ഗ്രേഡ് എടുത്ത് ഒരു വലിയ സീക്രട്ട് റിവീൽ ചെയ്യുന്നുണ്ട്. അതാണ് അടുത്ത പുസ്തകത്തിന്റെ കഥയായിട്ട് മാറുന്നത്. അപ്പൊ നമുക്കിനി നമ്മുടെ പുസ്തകമായിട്ടുള്ള ഹേർട്സ് ഓഫ് ഫിയേഴ്സ് ആൻഡ് ബ്രോക്കൺ എന്ന് പറയുന്ന പുസ്തകത്തിന്റെ കഥ നോക്കാം. മന്ത്രവാദിയുടെ നിന്ന് ചില രഹസ്യങ്ങളൊക്കെ ഇവ മനസ്സിലാക്കിയിട്ടുണ്ട്. കൂട്ടത്തിൽ തനിക്ക് മാന്ത്രിക ശക്തി ഉണ്ട് എന്നുള്ള സത്യം ഇവന് തിരിച്ചറിയാണ്. ഇതൊക്കെ മറ്റുള്ളവർ അറിഞ്ഞ് ഈ ഒരു രാജ്യത്തിൽ വലിയൊരു കലാപം ഉണ്ടാവുമെന്ന് ഇവന് മനസ്സിലാവുന്നതുകൊണ്ട് തന്നെ ഇവൻ ഈ ഒരു കൊട്ടാരത്തിൽ നിന്ന് ഒളിച്ചു കിടക്കാണ്. ആ ഒരു സമയത്താണ് എംബർ ഫോളിന്റെ റൈവൽ കിങ്ഡ് ആയിട്ടുള്ള ഷാദ്വാലിലെ രാജകുമാരിയായിട്ടുള്ള ലിയ മാരനെ ഇവൻ കണ്ടുമുട്ടുന്നത്. ഇവർ തുടക്കത്തിൽ എനിമീസ് ആയിരുന്നെങ്കിലും പിന്നീട് അവർ അങ്ങോട്ട് ഇഷ്ടത്തിലാവാണ്. അങ്ങനെ ഒടുവിൽ ഇവർ ആഗ്രഹിച്ചതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇവർക്ക് ചെയ്യാൻ പറ്റുമോ, എന്താണ് മന്ത്രവാദി വെളിപ്പെടുത്തിയ ആ ഒരു രഹസ്യം, ഇതുമൂലം എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഈ ഒരു നാട്ടിൽ നടക്കുക എന്നുള്ളതൊക്കെയാണ് ഇവിടെ പറയുന്നത്. ഈ ഒരു പുസ്തകത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പ്രണയകഥ മാത്രമല്ല, മറിച്ച് മറ്റുള്ളവരുടെ ആജ്ഞയ്ക്ക് അനുസരിച്ച് ജീവിച്ചുകൊണ്ടിരുന്ന ആളുകൾ സ്വന്തം വഴി കണ്ടെത്താൻ ശ്രമിക്കുന്നതാണ് ഈ ഒരു പുസ്തകത്തിന്റെ മെയിൻ പ്ലോട്ട് എന്ന് പറയുന്നത്. അപ്പൊ നല്ലൊരു വലിയ റൊമാൻറ്റിക് പുസ്തകം വായിക്കാൻ താല്പര്യമുള്ളവരോ അല്ലെങ്കിൽ ഫാന്റസി വേൾഡ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് ഈ ഒരു പുസ്തകം ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇത്രയും നേരം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയ പുസ്തകങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ഒരു പുസ്തകങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ആ ഒരു പുസ്തകത്തിന്റെ കവർ പേജ് മാത്രമല്ല, നല്ല നല്ല കഥകളാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ വായിച്ചൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുക. വായിച്ചിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയാം. ഇനി ഞാൻ വിട്ടുപോയിട്ടുള്ള വേറെ വല്ല പുസ്തകങ്ങളുണ്ടോ എന്നുള്ളതും കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ വേറെ കുറച്ച് നല്ല പുസ്തകങ്ങളായിട്ട് വരുന്നവരേക്കും ബൈ.